ഹായ് അസ്സലാമലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട് ഹെൽത്തിയും സ്വീറ്റുമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഒരിക്കലെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്ത് കൊടുത്തു നോക്കണേ, ഉറപ്പായിട്ട് അവർ കഴിക്കും. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 നേന്ത്രപ്പഴം ചെറിയതായിട്ട് കട്ട് ചെയ്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ആവശ്യം. കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ഏലക്കപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് വേറെ വെള്ളമൊന്നും അഡീഷണൽ ചേർക്കണ്ട കേട്ടോ. നമ്മൾ പഴത്തിനകത്തുള്ള ആ പഴത്തിൻ്റെ ഇതിനകത്താണ് നമ്മൾ മാവ് നനച്ചെടുക്കുന്നത്. ആവശ്യമെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിന് ഈ ഒരു പരുവത്തിന് നന്നായിട്ട് മിക്സാക്കി കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ചെറുതായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്ത് നമുക്ക് ആവിയേറ്റി എടുക്കാം. അപ്പം എന്താ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാഷ്നട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ശർക്കര പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് ഇത് കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് ഇപ്പം പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇത് കണക്കൊന്ന് റെഡിയാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബനാന ബോൾസ് ഇല്ല അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 സ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ആ ശർക്കര പാനിയൊക്കെ കുറുകി നമ്മൾ ആ ബനാന ബോൾസിൽ ഇങ്ങനെ പിടിച്ച് വരണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരുവം. നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ പാനിയൊക്കെ ഒന്ന് കുറുകി കിട്ടും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ നമുക്ക് ഇത് കണക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ്. നമ്മൾ മൈദയൊന്നും ചേർക്കാതെ അരിമാവിൽ റെഡിയാക്കി എടുക്കുന്നതല്ലേ. അരിമാവും നേന്ത്രപ്പഴവും നെയ്യിലും ഒക്കെ വഴറ്റിയെടുക്കുന്നതല്ലേ. ഉറപ്പായിട്ട് നമുക്ക് ധൈര്യത്തിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ല. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.